ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ക്യുവനിയാണ് ട്യൂസ്ഡേയിലുള്ളത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ പ്രാവശ്യം ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ കുറേ തവണ വന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാമോ ഇത് യൂസ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് ടീനേജേഴ്സ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ 18 എത്താത്ത ആൾക്കാർ ചോദിക്കുന്നതാണ്. ചേച്ചി, എനിക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ട്, ഞാൻ കോജിക് ആസിഡ് ഉപയോഗിച്ചോട്ടെ? ചേച്ചി, എനിക്ക് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യണം. ചേച്ചി, ഞാൻ ഡാർക്ക് സ്പോട്ട് നിയാസിനമൈഡ് സെറം ഉപയോഗിച്ചോട്ടെ? ഞാൻ ഗ്ലൈക്കോളിസിക്സ് യൂസ് ചെയ്തോട്ടെ? അല്ലെങ്കിൽ പ്രീ ടീനേജേഴ്സിലുള്ള മക്കളുടെ അമ്മമാർ ചോദിക്കുന്നത്, എൻ്റെ മോന്റെ മക്കളുടെ കഴുത്തിന്റെ ബേക്കിലൊക്കെ കറുത്ത പാടുണ്ട്, അപ്പൊ അത് മാറ്റാനായിട്ട് ഞാൻ ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ്. എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ടീനേജേഴ്സിന്റെ സമയത്ത് നമ്മളൊന്ന് അഡൽട്ട് ആകുമ്പോൾ ഉള്ള സമയത്ത് നമ്മുടെ സ്കിന്നിന്റെ സൈക്കിൾ, അതായത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആവുന്ന സൈക്കിളിന് നല്ല വ്യത്യാസമുണ്ട്. നോർമലി ഒരു കുഞ്ഞിന്റെ സ്കിന്നിലാകുമ്പോൾ അത് 2 ആഴ്ചക്കിടയിൽ അത് പോകുന്നെങ്കിൽ നമ്മളൊന്ന് അഡൽട്ട് ആകുമ്പോൾ അത് 1 മാസം, കുറച്ചുകൂടെ കഴിയുമ്പോൾ 1 മാസത്തിൽ കൂടുതൽ എടുക്കും. അതാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പൊ നമ്മുടെ ഈ കുട്ടിയൊക്കെ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഓൾറെഡി നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ആയി ലൈക്ക് ഓട്ടോമാറ്റിക്കലി നാച്ചുറലി അത് പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ബേസിക് ആയിട്ടൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണമെങ്കിൽ അത് മതി. പിന്നെ നിങ്ങൾക്ക് എക്സസീവ് ആയിട്ടൊരു കഴുത്തിന് ബേക്കിലൊക്കെ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഇത് വെച്ചാൽ ഒരു 15 വയസ്സിലൊക്കെ താഴെയുള്ള കുട്ടികളെ ഞാൻ പറയും ഡോക്ടറിനെ കാണിക്കുക. അവരതനുസരിച്ചിട്ടുള്ള ക്രീം തരും. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ആയതുകൊണ്ട് നമുക്ക് സ്കിൻ കണ്ടീഷൻ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സൺ ഡാമേജ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഈ കുട്ടികളല്ലേ ഒരുപാട് നേരം കളിക്കാനൊക്കെ പുറത്തു പോകുമ്പോഴത്തേക്ക് വിയർപ്പ് അടിഞ്ഞിരുന്നിട്ട് അങ്ങനെ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡില് കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ആ കൊഴുപ്പ് അടിഞ്ഞിട്ട് അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ യൂണിഫോം ഒക്കെ ഇടുമ്പോൾ നമ്മൾ ആ കോളറിന്റെ ബാക്കിൽ അഴുക്ക് വരത്തില്ലേ, അത് അവിടെ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മൾ നോർമലി കുളിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു ബ്ലാക്ക്നെസ് പോകത്തില്ല. അതൊക്കെ കൊണ്ട് നമുക്ക് അവിടെ ഒരു കറുപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് അഴുക്കാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈഞ്ച, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടലമാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അവിടെ ഉരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കാരണം ഇപ്പൊ നമ്മള് കുട്ടികളുടെ സ്കിന്നാണ് ഭയങ്കര നമ്മളെ പോലത്തെ സ്കിന്നും അല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ എത്ര അല്ല എന്ന് പറഞ്ഞാലും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ അവിടെ നമ്മൾ അരിപ്പൊടി അതല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഓവറായിട്ട് എക്സ്ഫോളിയേഷൻ നടക്കും. അത് കാരണം നമ്മുടെ സ്കിൻ എക്സസീവ് ആയിട്ട് ഡ്രൈ ആവും. ഞാൻ തന്നെ വലിയൊരു എക്സാമ്പിൾ ആണ്. കാരണം എനിക്ക് സോപ്പ് പണ്ട് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡെയിലി കടലമാവിട്ടായിരുന്നു കുളിച്ചോണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് കടലമാവ് നമ്മുടെ പയറുപൊടിയൊക്കെ ഇട്ടിട്ട് കുളിക്കും. ഞാൻ വിചാരിച്ചത് ഒരു തരത്തിൽ സത്യമാണെന്നാണ്. പക്ഷെ ആ സമയത്ത് എന്റെ മുതുകത്ത് ഭയങ്കര കുരു വരുമായിരുന്നു. അപ്പൊ എനിക്കറിയില്ല എന്തുകൊണ്ടാ സംഭവം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോഴും മനസ്സിലാവുന്നു, ഓവർ എക്സ്പോളേഷൻ ആയിട്ട് എന്റെ അവിടുത്തെ സ്കിൻ ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് ആ സ്കിൻ ബാരിയർ ബ്രേക്ക് ആയിട്ട് നമുക്ക് ആ മുതുകത്ത് കുരു വരുന്നത്. ഇപ്പൊ ഉള്ള ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആ ഒരു ബാക്ക് ആക്നെയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓവർ ആയിട്ടൊന്നും എക്സ്പോളേഷൻ കൊടുക്കാതെ നിങ്ങൾ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുക. പിന്നെ ഭയങ്കരമായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഡോക്ടറെ കാണിക്കുക. അല്ലെ മൈൽഡ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട. കുട്ടികളുടെ സ്കിൻ ശരിയാകുമ്പോഴത്തേക്ക് അത് പൊക്കോളും. പിന്നെ അടുത്തേന്ന് വെച്ചാൽ മാക്സിമം അവർക്കൊരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പല്ല് തേക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പേഴ്സണൽ ഹൈജീനും പേഴ്സണലായിട്ട് നമ്മളെ സ്കിൻ കെയർ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു കൊടുക്കുക. അതായത് ഓവറായിട്ട് ഫേസ് വാഷ് മീൻസ് ഫേസ് ക്ലെൻസേഴ്സ്, സെറ്റാഫില്, അതല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ, അതല്ലെങ്കിൽ സിമ്പിളിന്റെ ജെന്റിൽ ക്ലെൻസർ, സോപ്പ് ഫ്രീ ക്ലെൻസേഴ്സ് ഉണ്ട്, അത് വാങ്ങിച്ചു കൊടുക്കുക. മാക്സിമം സോപ്പുകളിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കുട്ടികളെ. 2, ഏറ്റവും ബേസിക് ആയിട്ടൊരു മോയ്സ്ചറൈസർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ നല്ല നോർമൽ സ്കിന്നുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജെൽ മോയ്സ്ചറൈസർ വാങ്ങിക്കുക. അതല്ല നല്ല എക്സസീവ് ആയിട്ടുള്ള ഡ്രൈ സ്കിന്നുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കൊടുക്കുക. ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ കൊടുക്കുക. അല്ലെങ്കിൽ സെറ്റാഫിലിന്റെ തന്നെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസർ ഉണ്ട്, അത് കൊടുക്കുക. ബേസിക്കലി സെറ്റാഫിൽ സ്കിൻ കെയർ റൂട്ടീൻ തന്നെ കണ്ടിന്യൂ ചെയ്താലും മതി. പിന്നെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ പകല് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ ഒരു സമ്മർ സീസൺ ആകുമ്പോൾ അവർ പുറത്ത് കളിക്കാൻ പോകുമ്പോഴൊക്കെ സൺസ്ക്രീൻ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മാത്രമല്ല അവർ പുറത്ത് പോകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊതു കടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കത്തില്ലേ, അതുപോലെ അവരുടെ കയ്യിൽ ഒരു സൺസ്ക്രീൻ കൊടുക്കുക. പുറത്തു പോയി കളിച്ചു കഴിഞ്ഞിട്ട് അത് അവർക്ക് മുഖത്തിടാലോ. അല്ലെങ്കിൽ സിസ്റ്റർ ഒന്ന് ഒരുപാട് വിയർത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വെള്ളം കൊണ്ട് മുഖത്ത് വെള്ളം അടിച്ചിട്ട് ഒന്ന് സൺസ്ക്രീൻ ഇടുക. അങ്ങനെ ഒന്ന് ജസ്റ്റ് ബേസിക് സ്കിൻ കെയർ നമ്മൾ പ്രീ ടീനേജേഴ്സിന്റെ ടൈമിൽ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളത് മാറ്റിയെടുക്കാനും പറ്റും. മാത്രമല്ല ഫ്യൂച്ചറിൽ അത് വരാതിരിക്കാനും പറ്റും. എങ്ങനെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ സൈക്കിള്
പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ സ്കിൻ പുതിയ സ്കിൻ വന്നുകൊണ്ടിരിക്കില്ല. അപ്പൊ ഹൈപ്പർ പിഗ്മെന്റേഷൻ പെട്ടെന്ന് പോകും. പിന്നെ വരുന്ന സ്കിന്നിൽ നമ്മൾ സൺസ്ക്രീൻ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരത്തില്ല. അങ്ങനെ നമുക്കൊരു പരിധി വരെ ഇത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതല്ലാണ്ട് 18 ഇയേഴ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 15 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇപ്പം ഒരു സിറമോ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു നല്ല ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5% നിയാസിനമൈഡ് സെറം വേണമെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്ര മതി. അതിനപ്പുറത്തോട്ട് യൂസ് ചെയ്യരുത്. ഈ ടീനേജേഴ്സിന് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ലുക്ക്, ടീനേജേഴ്സും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ പെട്ടെന്ന് പോവും. നിങ്ങൾക്ക് ഒന്ന് നിയാസിനമൈഡ് ഈവൻതോ അതൊരു കംപ്ലീറ്റ്ലി ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് പോകുന്ന സെറം അല്ലെങ്കിൽ പോലും കോജിക് ആസിഡിന്റെ അത്രയും എഫക്റ്റീവ് അല്ലെങ്കിലും നിങ്ങൾക്ക് 5% നിയാസിനമൈഡോ 5% വിറ്റാമിൻ സി യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ തടയാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തോട്ടൊന്ന് പോവാം. കാരണം മോക്കൂര് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സൺ ഡാമേജ് കാരണമുള്ള ആ ഒരു പിഗ്മെന്റേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഹൈപ്പർ പിഗ്മെന്റേഷൻ ക്രീംസ്, ഈവൻ അത് നോൺ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെങ്കിൽ പ്രീ ടീനേജേഴ്സിന്റെ ടൈമിൽ അല്ലെങ്കിൽ ടീനേജേഴ്സിന്റെ ടൈമിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് ആ ക്രീംസ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വേറൊന്നുമല്ല, നിങ്ങളുടെ സ്കിൻ എപ്പോഴും ഭയങ്കര തിന്നായിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ആക്റ്റീവ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ബാഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ഞാൻ എപ്പോഴും സ്കിൻ കെയർ വീഡിയോസ് പറയുമ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും നിങ്ങൾ ഇത് യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനൊരു 24 അല്ലെങ്കിൽ 21 ഏജിന് മുകളിലോട്ടുള്ളവരെ ഫോക്കസ് ചെയ്യുന്നതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ 21 ഏജിലൊക്കെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് മെച്ചുവേർഡ് ആവും. അതിന് മുന്നേ ഉള്ള സ്കിൻ എന്ന് വെച്ചാൽ ഇമ്മെച്ചുവേർഡ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരുപാട് ആക്റ്റീവ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും. പക്ഷെ നമുക്ക് എനിക്ക് നിങ്ങൾക്ക് ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ഇത്ര ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ 2 സിറം യൂസ് ചെയ്തു. അല്ലെങ്കിൽ അത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു നോർമലി റാൻഡം ഒരു സെറം വേണമെങ്കിൽ നിങ്ങൾക്ക് 5% നിയാസിനമൈഡ് യൂസ് ചെയ്യാം. ചെറിയ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ 5% വിറ്റാമിൻ സി യൂസ് ചെയ്യാം. ഇത് മൂന്നിനും അപ്പുറത്തോട്ടൊരു സിറം ഞാൻ പറഞ്ഞു തരാത്തതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ അത് കുറച്ച് ഹൈ ആക്റ്റീവ്സിലോട്ട് പോകും. അത്രയും ഹൈ ആക്റ്റീവ്സ് ഇപ്പോഴേ നമ്മൾ ഇമ്മെച്ചുവേർഡ് ആയിട്ടുള്ള സ്കിന്നിൽ യൂസ് ചെയ്യേണ്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടും പിന്നെ നിങ്ങളുടെ സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും ഫ്യൂച്ചറിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ്. കാരണം നമ്മൾ സ്കിൻ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം ഫ്യൂച്ചറിലോട്ട് സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്തതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നത് ഓപ്പൺ പോസ്റ്റിന് ഒരു സെറം റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഓപ്പൺ പോസ്റ്റ് ഉണ്ടെങ്കിൽ സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ നിയാസിനമൈഡോ യൂസ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാം, നിങ്ങൾക്ക് നല്ല ഓപ്പൺ പോസ് അല്ലെങ്കിൽ ഒരു ഫിറ്റിംഗ് എഫക്റ്റ് ചെറിയ ഫോട്ടോ എടുക്കുക. ആ ഒരു ഫോട്ടോയിലൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ടെക്സ്ചർ നിങ്ങളുടെ സ്കിന്നിലുണ്ടെങ്കിൽ നിയാസിനമൈഡിന്റെ കൂടെയും സാലിസിലിക് ആസിഡിന്റെ കൂടെയും അല്ലെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സെറമാണ് അല്ലെങ്കിൽ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് റെറ്റിനോൾ. പക്ഷേ ഇത് എപ്പോഴും നമ്മൾ 24 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ റെറ്റിനോൾ അതായത് വിറ്റാമിൻ എ ഒരു മൈൽഡ് എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയന്റ് ആണ്. നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സിനെയും പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുവഴി നമുക്ക് ഓപ്പൺ പോസിനെ മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് നന്നായിട്ട് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും പറ്റും. ഇത് 24 ഇയേഴ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഇത്രയും കൊളാജൻ ബൂസ്റ്റിന്റെ ആവശ്യമില്ല, ഈ ഒരു എക്സ്ഫോളിയേഷന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ റെറ്റിനോൾ എനിക്ക് ആരുടെ ഏജ് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിയാസിനമൈഡെന്നും അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഒന്നും എടുത്ത് പറയുന്നത് ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് മാറ്റാനായിട്ട്. അപ്പൊ നിങ്ങൾ 24 ഏജിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനോട്ട് റെറ്റിനോൾ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ റെറ്റിനോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ഇപ്പം ആൾക്കാർ പറയുമ്പോൾ എന്റെ ആഗ്നി ജേണിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾ ചിലപ്പം റെറ്റിനോയിൻ എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് റെറ്റിനോളിന്റെ ഏറ്റവും അല്ലെങ്കിൽ വിറ്റാമിൻ എയുടെ ഏറ്റവും ഹയർ കോൺസെൻട്രേഷനിൽ വരുന്ന ഒരു സാധനമാണ്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ വിറ്റാമിൻ എ അല്ലെങ്കിൽ റെറ്റിനാൾഡിഹൈഡ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് നോൺ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ റെറ്റിനോയിൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അഡാപ്ലിൻ എന്നൊക്കെ പറയുന്ന സാധനം മെഡിക്കൽ സ്റ്റോറിൽ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ കിട്ടുമെങ്കിലും അത് എപ്പോഴും ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ വേണം യൂസ് ചെയ്യാൻ. കാരണം നിങ്ങളുടെ സ്കിന്നിന്റെ തിക്നെസ് അനുസരിച്ചൊക്കെ ആയിരിക്കും അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ എപ്പോഴും പ്രിസ്ക്രിപ്ഷനിലൂടെ വാങ്ങിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 10-30 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മുടെ സ്കിൻ ഒന്നുകൂടി മെച്ചോർഡ് ആയാലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ 24 ഏജിന് 30 ഏജിന് ഇടയിലുള്ള ആൾക്കാർ റെറ്റിനോയിൻ മാക്സിമം വാങ്ങിക്കാതിരിക്കുന്നതാണ് സേഫ്. ഒന്നാമത്തെ കാര്യം. 2, ഞാൻ 30 ഏജ് ആണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. കാരണം ചില ആൾക്കാരുടെ സ്കിൻ തിൻ ആയിരിക്കും. അപ്പൊ ആ തിൻ സ്കിന്നുള്ള ആൾക്കാർക്ക് ഒരിക്കലും റെറ്റിനോയിൻ സ്കിന്നിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി. കാരണം ഇത്ര വർഷമേ യൂസ് ചെയ്യാവുള്ളൂ അങ്ങനത്തെ ഒരു
പ്രശ്നം റെറ്റിനോയിന് വരുന്നില്ല. നമ്മൾ ഈ ഹൈഡ്രോക്വിനോൺ ക്രീമിൽ പറയത്തില്ല നമ്മൾ 6 ആഴ്ചയൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രശ്നം നമ്മുടെ റെറ്റിനോയിന് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് കണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അപ്പൊ അതാണ് റെറ്റിനോയിൻ. ഇനി നമ്മൾ ടെക്സ്റ്റൈൽ സ്കിന്നിലോട്ട് വന്നാൽ അപ്പം ഈ ചെറിയ ചെറിയ കുരു അത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റെറ്റിനോയിന് പറ്റും. അപ്പൊ ആ ഒരു ടെക്സ്ചർ അപ്പിയറൻസ് മാറ്റും. പിന്നെ ഓപ്പൺ പോസിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ആ പോസ് അല്ലെങ്കിൽ ആ ഒരു കൂട്ടസാണ് സെബേഷ്യസ് ഗ്ലാൻഡ് വിത്ത് ഹെയർ ഫോളിക്കിൾസ് ഒരു കൂട്ടമായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ അത് ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അത് വലുതായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഓപ്പൺ പോസ് കുറച്ച് വലുതായിട്ട് തോന്നുന്നത്. ഈ വിറ്റാമിൻ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കളയുന്നതിന്റെ കൂടെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓപ്പൺ പോസിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ചെറിയ രീതിയിൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ അപ്പിയറൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതാണ് റെറ്റിനോൾ നമ്മുടെ ഈ ഓപ്പൺ പോസിന് വേണ്ടി ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കുഴിയുള്ള പിമ്പിൾ മാർക്സ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പിമ്പിൾ മാർക്സ് ഒക്കെ ആണെങ്കിൽ വീണ്ടും ഇതുകൊണ്ട് പോകും. പക്ഷെ നല്ല പിറ്റഡ് ആയിട്ടുള്ള പിമ്പിൾ മാർക്സ്, കാസ്, ചിക്കൻ ബോക്സ്, അതെങ്കിലും മുറിഞ്ഞിട്ട് നല്ല ഡീപ്പായിട്ടുള്ള പാടുകൾ, ബ്ലാക്ക് അല്ല ഞാൻ പറയുന്നത്, അല്ല നമ്മൾ നല്ല സ്കാറിങ് ഉണ്ടാവില്ല, ഈ സ്കാറിങ് ഒന്നും നമ്മൾ റെറ്റിനോൾ അല്ലെങ്കിൽ ലെറ്റിനോൾ യൂസ് ചെയ്താൽ പോകത്തില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പറയത്തില്ല നമ്മളിപ്പോൾ ഒരു കുഴി ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൻ നമുക്ക് എക്സ്ട്രാ സാധനം വേണം. അതായത് ഒരു റോഡിലെ കുഴിയാണെങ്കിൽ അത് അടയ്ക്കാൻ ടാർ വേണം, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇത് ഹോൾ അടയ്ക്കാൻ നമുക്ക് സിമെന്റ് വേണം, അല്ലെങ്കിൽ പുട്ടി വേണം. ഇതൊക്കെയെന്ന് വെച്ചാൽ എന്തെങ്കിലും വേണം. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു സെറമോ ക്രീമോ കൊണ്ട് ഇങ്ങനെയുള്ള ഈ വേണ്ട നമ്മുടെ സ്കിന്നിന് വേണ്ട കൊളാജൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് എപ്പോഴും ഇൻക്ലിനിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ട്രീറ്റ്മെന്റ്, അതല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ്, ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ PRP ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് റെറ്റിനോളോ പെപ്റ്റൈഡോ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും വലിയ സ്കാറുകൾ ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റേർഡ് സ്കിൻ അല്ലെങ്കിൽ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോളോ യൂസ് ചെയ്യാം. സ്കാറിങ് അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് സ്കാർ ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ഡാർക്ക് സ്പോട്ട് പോകാനായിട്ട് നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്യാം. നമുക്ക് ഡാർക്ക് സ്പോട്ട് പോകാനായിട്ട് പ്രധാനമായിട്ടും 5 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ കോജിക് ആസിഡ്, അതല്ലെങ്കിൽ ആൽഫാർബിറ്റ്, അസിലിക് ആസിഡ്, ടാനക്സാമിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് 5 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പറയപ്പെടുന്നത് കോജിക് ആസിഡ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ്, അതായത് ഇപ്പൊ സ്കിൻ കെയറിന് വേണ്ടി കമ്പനികൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്ന് കോജിക് ആസിഡ് ആണ്. മെലാസ്മ അല്ലെങ്കിൽ ഒരുപാട് വലിയ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ബേണിംഗ് ഡാർക്ക് സ്പോട്ട് അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് കോജിക് ആസിഡ് ആണ്. അല്ല നിങ്ങൾക്ക് ടാനിങ് ഒക്കെയാണ് അല്ലെങ്കിൽ ഒരു ചെറിയ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ആൽഫാർബിറ്റിനാണ്. അതല്ല നിങ്ങൾക്കൊരു മോക്കുരു ഉണ്ട്, നിങ്ങൾ പ്രഗ്നന്റ് ആണ്, ആ മോക്കുരുവും ഡാർക്ക് സ്പോട്ടുകളും ഒരുമിച്ച് മാറ്റണമെങ്കിൽ ഏറ്റവും സേഫ് അസിലിക് ആസിഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് വിറ്റാമിൻ സി നിങ്ങളുടെ സ്കിന്നിന് പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ് അസിലിക് ആസിഡ്. ഓൾട്ടർനേറ്റീവ് അല്ല വിറ്റാമിൻ സി, പക്ഷേ സ്റ്റിൽ നമുക്ക് അസിലിക് ആസിഡ് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ടാനക്സാമിക് ആസിഡ് എന്ന് വെച്ചാൽ പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. പക്ഷെ ഇതുവരെ അതിന് ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റോ ഒന്നും നമ്മുടെ മാർക്കറ്റിലില്ല. മിനിമലിസ്റ്റിൽ മാത്രമേ ടാനക്സാമിക് ആസിഡിന് ഒരു നല്ല പ്രൊഡക്റ്റ് ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റണമെങ്കിൽ ഈ ഒരു സെറം വാങ്ങി യൂസ് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. കാര്യം എന്ന് വെച്ചാൽ അത് നമ്മൾ 6% ഒക്കെ ഡെയിലി യൂസ് ചെയ്യണം. നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ലോറിയൽ പാരീസ് 1% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ സെറത്തിനോട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ സെറത്തിനോട് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഗ്ലൈക്കോളിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യാത്തതും അങ്ങനെ കോമൺ ആയിട്ട് ഹൈപ്പർപിഗ്മെന്റേഷൻ പറയാത്തതും. ഇത് നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐക്കാർഡ് കൊടുക്കാം. അത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ അടുത്ത ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ട് ഹൈപ്പർപിഗ്മെന്റേഷൻ വന്നു എന്ന് നോക്കണം. കാരണം നമുക്ക് ആ ഒരു വേറെ റീസൺ ഉണ്ടല്ലോ, ഒന്നുകിൽ മുറിവ്, അതല്ലെങ്കിൽ സൺ ഡാമേജ്, അതല്ലെങ്കിൽ മോക്കുരു, അതല്ലെങ്കിൽ മെലാസ്മ. അപ്പൊ അത് ഏതാണോ അത് മാറ്റാൻ നോക്കുക. അത് മാറ്റിയാൽ മെലാനിൻ പ്രൊഡക്ഷന്റെ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ അകത്തുള്ള മെലാനിൻ പ്രൊഡക്ഷൻ എങ്ങനെ തടയാന്ന് വെച്ചാൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനോസൈറ്റിന്റെ വർക്ക് തടയുക എന്നുള്ളതാണ്. അതിന് തടയാൻ പറ്റുന്നതാണ് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്, ഞാൻ ഈ പറഞ്ഞ 5 സിറം. അപ്പൊ ഈ സാധനങ്ങൾ നമ്മൾ മെലാനോസൈറ്റ്സ് പോയി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൈറോസിൻ എന്ന് പറയുന്ന എൻസൈമിൽ ഇത് അവിടെ എത്തിക്കാതിരിക്കുകയും നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ തടയുകയും ചെയ്യും. അതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. ഇനിയും നിങ്ങൾ ഹൈപ്പർ പിഗ്മെന്റേഷനെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഇതായിരുന്നു ഈ വീക്കിലെ Q&A. ഇതുപോലത്തെ Q&A ആയിട്ട് എല്ലാ ട്യൂസ്ഡേസിലും ഞാൻ വരുന്നതാണ്. അല്ലാതെ സ്കിൻ കെയർ വീഡിയോ ആയിട്ട് തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. Till it's Lakshmi signing off. Ta-ta.